സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ 125 വർഷം പൂർത്തിയാക്കുന്നു. അവിടുത്തെ ദിവ്യമായിരിക്കുന്ന സ്വരൂപത്തിനെ മാറ്റാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുധാമാവിനെ അനുഗ്രഹിച്ചു. ഇനി എന്ത് വേണം? എല്ലാവർക്കും ഒന്നുകൂടി ദർശനം കൊടുക്കണം. എല്ലാവർക്കും അഭിവാദ്യം ചെയ്യാനും നമസ്കരിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും എല്ലാവർക്കും കൺകുളൊക്കെ കണ്ടുകൊണ്ട് അവരുടെ ഹൃദയമാകുന്ന ശ്രീലകത്തെ പ്രതിഷ്ഠിക്കാൻ പാകത്തിന് ഭഗവാൻ ഒരു സൂര്യഗ്രഹണം തന്നെ നിർമ്മിച്ചു. അതിൽ ശമന്തകമണ്ഡല തീർത്ഥക്കരയിലേക്ക് എല്ലാവരെയും എത്തിച്ചു. മറ്റൊരു വൃന്ദാവനമാണെന്ന് തോന്നും. ഒരു കുംഭമേള കഴിഞ്ഞുള്ളൂ. ഇവിടെ ആ കുംഭമേളയുടെ 4 ഇരട്ടി ഉണ്ടാവും. അത്രയും ജനങ്ങളാണ് വന്നു ചേർന്നത്. കുംഭമേളയ്ക്ക് സ്നാനമായിരുന്നു പ്രധാനം. ഇവിടെ നേത്ര സ്നാനമാണെന്ന് മാത്രം. കൃഷ്ണനെ കൺകുളിർത്ത് കാണാം. കണ്ണനെ കണ്ടുകൊണ്ട് ആ സൗന്ദര്യധാമം തൻ്റെ ഹൃദയത്തിലേക്ക് നിറച്ചു വെച്ചുകൊണ്ട് എല്ലാവരോടും വിട ചോദിക്കുകയാണ് ഭഗവാൻ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സന്ദർഭം ഒരുക്കിയത്. എല്ലാവരും കൂട്ടമായിട്ടെത്തി. എല്ലാവർക്കും കാണാനും പറയാനും ചിന്തിക്കാനും ഉള്ളത് ഇതിനെക്കുറിച്ച് മാത്രം, കൃഷ്ണനെക്കുറിച്ച് മാത്രം. എല്ലാവർക്കും ആ അനുഗ്രഹങ്ങളെ കൊടുത്തു. അവിടെ വസുദേവരുണ്ട്, ദേവകിയുണ്ട്, കുന്തിയുണ്ട്. അതേപോലെ ആ നന്ദഗോപുരം, യശോദയും രോഹിണിയും എല്ലാവരും എത്രയോ ആളുകൾ, ഗോപികന്മാരും ഗോപന്മാരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, കണ്ണനെ കാണാൻ മാത്രം. എല്ലാവരും കണ്ണനെ കണ്ടു, അഭിവാദ്യം ചെയ്തു. ചിലവർ അഭിവാദ്യം ചെയ്തു, ചിലവർ തൊഴുതു, ചിലവർ നമസ്കരിച്ചു, ചിലവർ ആലിംഗനം ചെയ്തു കണ്ണനെ. ഇങ്ങനെ പല തരത്തിൽ ചിലവർ മാറി നിന്നുകൊണ്ട് കൃഷ്ണരൂപം കണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി. അവർക്കെല്ലാം ആരോടും പറഞ്ഞില്ല ഭഗവാൻ തൻ്റെ സ്വരൂപം മഹത്യാണെന്ന്. പറയാതെ കൊണ്ട് തന്നെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഭഗവാൻ കുടികയറുന്നതാണ്. എല്ലാവർക്കും ഹൃദയത്തിലേക്ക് കൊടുത്തു. എല്ലാവരും ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ പതുക്കെ പോയത് തൻ്റെ നന്ദഗോപുരടുത്ത് യശോദാമ്മയുടെ അടുത്തുമാണ്. എത്രയോ കാലങ്ങളായി ആ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് അക്ബൂറിൻ്റെ രഥത്തിൽ കയറി മധുരയിലേക്ക് പോകുന്നതാണ്. പിന്നെ വൃന്ദാവനത്തിലേക്ക് പോയിട്ടില്ല. ഭാഗവതത്തിൽ കൂടി ഭഗവാൻ കാണിച്ചു തരുന്നു. ഭൂതകാലങ്ങളെക്കുറിച്ച് ഭഗവാൻ ചിന്തിക്കാതെ പോയില്ല. അത് കഴിഞ്ഞു, അതൊക്കെ മരിച്ചു കഴിഞ്ഞു. ഈ 3 മണി വരെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞു. ഇനി ഒരിക്കലും ഈ ഒരു 3 മണി ഇനി നമുക്കുണ്ടാവില്ല. നമ്മളത്രയും മരണത്തോടടുത്ത് കഴിഞ്ഞിരിക്കണം. ഓരോ നിമിഷവും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമല്ല. വർത്തമാനം എങ്ങനെയായിരിക്കണം, അതിനെ പോസിറ്റീവാക്കി മാറ്റുക. അത് മാത്രമേ ഭഗവാൻ തരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വിരഹദുഃഖത്തിനെ അല്ല, വിരഹത്തിനെ ധ്യാനമാക്കി മാറ്റിക്കൊണ്ടാണ് ഭഗവാൻ മധുരയിലേക്ക് യാത്രയായത്. ഇപ്പം എന്താ, ആ അച്ഛനും അമ്മയും രോഹിണിയും ഒക്കെ എത്രയോ കാലങ്ങളായി അന്ന് ഓർത്ത് തന്നെ ആ കൃഷ്ണനെ തന്നെ ഓർത്തുകൊണ്ട് ഇരിക്കുമ്പോൾ വയസ്സായി അച്ഛനും അമ്മമാർക്കെല്ലാം. ഏട്ടനും അനിയനും അവരുടെ അടുത്ത് വന്നു. കൃഷ്ണരാമവും പരിശ്വര്യ പിതരവും അഭിമാന്യത. അവരുടെ മടിയിൽ കയറിയിരുന്നു, അവരെ അഭിവാദ്യം ചെയ്തു, അവരുടെ മടിയിൽ കയറിയിരുന്നു. വയസ്സെത്രയായി? അങ്ങനെ യൗവനം വരുള്ളൂ. നമുക്കാണെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, രോഗം, മരണം, നമുക്ക് പിന്നെയുണ്ട് അവസ്ഥകൾ. ഭഗവാന് യൗവനം വരുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ട് ഏട്ടനും അമ്മയും ആ അച്ഛൻ്റെ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അവരാലിംഗനം ചെയ്തുകൊണ്ട് കുറച്ച് നേരം കണ്ണീരൊഴുക്കി ആ പഴയ കാര്യങ്ങൾ ഓരോന്നും ചിന്തിക്കാൻ തുടങ്ങി. കുട്ടിക്കാലങ്ങളൊക്കെ ആ വികൃതി കുട്ടികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് സ്മരന്തവും തൽകൃതാം മൈത്രിയും ബാഷ്പകണ്ഠവും സമൂച്ചതു. ആ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയാൻ കൃഷ്ണനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എത്രയോ നേരം അവരെ രാമകൃഷ്ണന്മാരുടെ ലീലകൾ പറഞ്ഞുകൊണ്ട് അവരാനന്ദിക്കുകയാണ്. ഇനി ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ എന്നുള്ള വിഷമം അതിൻ്റെ പിന്നീട് വേറെയുണ്ട്. ഇനി ഒരിക്കലും ജീവിതത്തിൽ സാധിക്കാത്ത ആ ബാലലീലകൾ കാണാൻ ഇന്നോ ഏതൊക്കെയോ ജന്മങ്ങളിൽ മോഹിച്ചു. അത് ഭഗവാൻ സാധിച്ചു കൊടുത്തുകൊണ്ട്
ഇപ്പോൾ അവർക്ക് ഒന്നുകൂടി ആ മോഹം സാധിച്ചു കൊടുക്കുക. നദിയിൽ കയറി ഇരുന്നുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മാറി നിൽക്കുന്ന ഗോപികമാരെ കണ്ടു. ഭക്തനെ കരഞ്ഞുകൊണ്ട് മോഹാലസ്യപ്പെട്ടു വീണ ഗോപികമാരെല്ലാം വയസ്സ് വല്ലാതെ കൊണ്ട് പ്രായമായി എല്ലാവരും മാറി നിന്നുകൊണ്ട് ഗോപ്യച്ച കൃഷ്ണ ഉപലഭ്യ ചിരാതഭീഷ്ടം പ്രേക്ഷണേ ദൃശിതു പത്മകൃതം സപന്തി ദൃക്വിധൃതമലം പരിരഭ്യ സർവാത്തൽ ഭാവമാപുരവി നിത്യയുഗം ദുരാപകം. എല്ലാവരും ദൂരം നിന്നുകൊണ്ട് രാമകൃഷ്ണന്മാരെ കൺകുളത്തെ കാണുന്നത് ഏട്ടൻ്റെ മഞ്ഞയും തൻ്റെ അടുത്തേക്ക് വരുന്ന പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ കൃഷ്ണൻ പതുക്കെ ചെന്നു ഗോപികമാരുടെ അടുത്ത്. ചിലവർ ആശ്ലേഷം ചെയ്തു, ചിലവർ ആ പാദങ്ങളിൽ നമിച്ചു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുക മാത്രമല്ല ആ ഗോപികമാരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ എങ്ങനെ മറക്കും? കാരണം എന്നും എന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരല്ലേ, നിങ്ങൾ ഗോപ്യമായിട്ട് കൊണ്ടു നടക്കാരനല്ലേ ഗോപിക്കാമെന്ന് പേര് വന്നത്. ആ ഗോപികമാരെ എനിക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? വായും യഥാ ഘനാനീകം തൃണം സ്ഥൂലം വരജാം സിജ സംയോജ്യാക്ഷിപതേ ഭൂയത്തതാ ഭൂതാനി ഭൂതകൃത്. ഭഗവാൻ പറഞ്ഞു, മേഘങ്ങൾ ചിലപ്പോൾ ഇപ്പം മഴ പെയ്യുന്നു, കാർമേഘങ്ങൾ എന്ത്